ഇന്നൊരു പുതിയ ന്യൂ സ്റ്റൈൽ ടോപ്പാണ് ചെയ്യുന്നത്. എൽ സൈസാണ് അളവ്. അതിൽ 6 ഷോ ബട്ടൺ വരും. താഴെ ഒരു സ്ലിറ്റ് ആയിട്ട് വരും. ഇത് ഫ്ലൈഡ് ആയിട്ട് എടുക്കുന്നത്. സൈഡിലൊരു കോളർ പോലെ വരുന്നുണ്ട്. അപ്പം നെക്കിൻ്റെ വീതി അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇനി അതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഇത് ഫ്ലൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സ്ലിറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഫ്ലെയർ എടുത്താൽ മതി. ഇപ്പോൾ ഫ്ലെയർ കൂട്ടിയെടുക്കണം. പീസിനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ലെങ്ത് എത്രയെന്ന് വെച്ചാൽ അതെടുക്കാം. 36 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് സ്റ്റിച്ചിങ്. അപ്പോൾ 37 എടുക്കാം. സൈഡിൽ സ്ലിറ്റ് വരുന്ന കൊണ്ട് പ്ലൈഡ് ആയിട്ട് ചെയ്യണത്. പ്ലെയർ അടയാളപ്പെടുത്തി നെക്ക് വീതി അടയാളപ്പെടുത്താം. ഓരോരുത്തരുടെ അളവനുസരിച്ച് എടുത്താൽ ഇതിൽ ഇപ്പോൾ 2.5 ഇഞ്ച് എടുക്കുന്നത്. നെക്കിൻ്റെ താഴ്ച അടയാളപ്പെടുത്താം. ഷേപ്പ് ചെയ്തു. സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ്ലെസ് ആയിട്ട് കട്ട് ചെയ്യണത്. ഷോൾഡർ അടയാളപ്പെടുത്താം. സ്റ്റിച്ചിങ്ങിന് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഷോൾഡറുടെ അളവ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ആം ഹോള് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇടുപ്പിൻ്റെ ഭാഗം വരെ ഷേപ്പിൻ്റെ ഭാഗം വരെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് ഇനി ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തും. 10 ഇഞ്ച് എടുത്താൽ മതി. അതിലോട്ട് കൈക്കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് ഷോൾഡർ ചരിച്ചു കൊടുക്കാം. ഇനി അരവണ്ണം അനുസരിച്ച് പിന്നെ 1.5 ഇഞ്ച് കുറച്ചെടുത്ത് ഷേപ്പ് ചെയ്താൽ മതി. ഓരോരുത്തരുടെ അളവനുസരിച്ച് ചെയ്ത് പോവാം. അതിലോട്ട് വരച്ചു കൊടുത്തിട്ട് പിന്നെ താഴെ ഫ്ലെയറിലോട്ട് ഷേപ്പ് ചെയ്ത് പോവാം. ഞാൻ പീസ് കട്ട് ചെയ്ത് മാറ്റി. ഈ പീസ് തന്നെ വെച്ചിട്ടാണ് നമുക്ക് ഫ്രണ്ട് അടയാളപ്പെടുത്തേണ്ടത്. ഇനി ഫ്രണ്ട് പീസ് എടുക്കുക. അത് ഫ്രണ്ട് പീസിനുള്ള പീസിനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് ബാക്ക് പീസ് വെച്ചിട്ട് അതിനെ മുകളിലാക്കി വെക്കുക. എന്നിട്ട് സൈഡിൽ സ്റ്റിറ്റ് ഒരു കട്ടിങ് വേണമുണ്ടല്ലോ കോളറിന് വേണ്ടി. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയും 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ അളവ് ഭാഗത്തും 1 ഇഞ്ച് കൂട്ടിയിടണം. എന്നിട്ട് അത് അയച്ചു കഴിഞ്ഞിട്ട് 2 ഭാഗം കൂടി ഒന്നിച്ച് വെച്ച് കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. പറഞ്ഞ അളവിലെടുത്ത് നമ്മൾ കട്ട് ചെയ്യുകയാണ്. 1 ഇഞ്ച് കൂട്ടിയിടണം ഷോൾഡറിൻ്റെ അവിടെ. ചെസ്റ്റിൻ്റെ അവിടെയും 1 ഇഞ്ച് കൂട്ടിയിടണം. രണ്ട് സ്റ്റിച്ചിങ് വന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റി. ഇനി ബാക്ക് പീസ് മാറ്റാം. പിന്നെ നെക്കിൻ്റെ വീതി അടയാളപ്പെടുത്തും. 2.5 ഇഞ്ച് ആവശ്യമുള്ള അത്ര എടുക്കുക. ഇപ്പോൾ 2.5 ഇഞ്ച് എടുത്തു. ആ 2.5 ഇഞ്ചിനെ താഴെ വരെ അടയാളപ്പെടുത്തി പോവാം. എന്നിട്ട് അതിലോട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി.
പീസ് നിവർത്തിയിട്ടിട്ട് ആ ലൈനിലോട്ട് ലൈൻ ഇട്ടില്ലേ അതിലോട്ട് അത് കട്ട് ചെയ്ത് പോവാം. നെക്കിൻ്റെ താഴ്ചയാണ് അടയാളപ്പെടുത്തുന്നത്. തൽക്കാലം ഒരു 6.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം. വീതി 5 ഇഞ്ചാണ്. ആ ലൈൻ ഇട്ട ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. താഴെ ഒരു സ്ലിറ്റ്, നമുക്കൊരു ഓപ്പൺ വരുന്നുണ്ട്, അതൊരു 7 ഇഞ്ച് എടുക്കണം. 5 ഇഞ്ച് കഴുത്ത് അടയാളപ്പെടുത്തിയില്ലേ, അത് ആ ഭാഗം ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. തയ്ച്ച് കഴിയുമ്പോൾ ഈ പോലെ ഇരിക്കും. ഇഷ്ടമുള്ള കളറിലെ പീസ് വെച്ച് നമുക്കത് ഭംഗിയാക്കാം. സെയിം വേണമെങ്കിൽ സെയിം തുണി തന്നെ വെച്ചടിച്ചാൽ മതി. അവിടെ ചെറുതായിട്ടൊരു സ്ലിറ്റ് വരും. ഇനി റെഡ് പീസ് വെച്ചാണ് അത് ചെയ്യണത്. അപ്പം ഇതുപോലെ പീസ് താഴെ വെച്ച് കൊടുത്തിട്ട് എളുപ്പത്തിൽ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. പീസ് ഒന്നിച്ച് വെക്കുക. തയ്ച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും. അപ്പം ഇനി അത് ഏത് രീതിയിലാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. താഴെ വരെ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ വരെ ആ വീതിയിൽ തന്നെ എടുക്കണമെന്നില്ല. പൈപ്പിങ്ങിന് ആവശ്യമുള്ള വീതിയായിട്ട് എടുത്താൽ മതി. ഈ കോളർ പോലെ മടങ്ങുന്ന ഭാഗത്ത് വീതി തന്നെ എടുക്കണം. സ്റ്റിച്ച് ചെയ്യണം എങ്ങനെ നോക്കാം. ആദ്യം ബാക്ക് പീസ് സാധാരണ ചെയ്യണ പോലെ ബാക്ക് പീസ് തന്നെ സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. നെക്ക് ഇപ്പം നെക്കിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടേണ്ടത്. ക്രോസ് പീസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ഫ്രണ്ട് പീസ് അടിക്കാം. അവിടെ നമ്മൾ ഷോൾഡർ പിടിപ്പിക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ റെഡ് പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു പോവുക. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഓരോരുത്തർ ഇഷ്ടമല്ല. ഇങ്ങനെ അടിച്ചതിട്ട് അതിൻ്റെ കൊണ്ടുവന്നു തയ്യൽ തുമ്പിട്ട് സൂചി കുത്തി നിർത്തി താഴോട്ട് അടിച്ചു പോരുക. സ്ലിറ്റ് വരാനുള്ള ഭാഗമാണത്. അവിടെ അടയാളപ്പെടുത്തിടണം. 6.5 ഇഞ്ച് എടുത്താൽ മതി. അറ്റം വരെ അടിച്ചെടുത്തു. ഞാൻ പീസിനെ അയൺ ചെയ്ത് നല്ലോണം അയൺ ചെയ്തെടുക്കുക. ഞാൻ മറിച്ചെടുത്തിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ഇരിക്കും. കോളർ ഇപ്പുറത്തോട്ട് മടങ്ങി വരും. ഇനി ബാക്കി കിടക്കുന്ന പീസ് പൈപ്പിംഗ് ചെയ്യാനുള്ളതാണ്. ആ തയ്യൽ തുമ്പ് പച്ച പീസിൻ്റെ ഭാഗത്തോട്ട് മടക്കി വെക്കണം. റെഡ് ഭാഗത്തോട്ട് വെക്കരുത്. ആ ബോഡി പീസിൻ്റെ ഭാഗത്തോട്ട് മടക്കി വെച്ചിട്ട് ഒരു പോയിന്റ് ഇട്ട് പൈപ്പിംഗ് ചെയ്ത് പോവുക. നെക്കിൻ്റെ താഴ്ച എത്രയെന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങിയാണ് പൈപ്പിംഗ് ചെയ്ത് പോകേണ്ടത്. ഒരേ രീതിയിൽ തന്നെ അടിച്ചു പോവുക.
അങ്ങനെ താഴെ വരെ അടിച്ചു പോയു. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിപ്പോൾ ചേർത്തക്കാളുള്ള സൈഡ് പീസ് എടുക്കുക. അത് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഒരു 1.5 ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് താഴെ വരെ അടിച്ചു കൊടുക്കുക. ഇനി ക്രോസ് പീസ് എടുക്കണ്ട, സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് തന്നെ എടുത്താൽ മതി പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് മറ്റേ പീസ് ചെയ്ത പോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതെല്ലാം ടെസ്റ്റ് ചെയ്ത് പോകാം. താഴെ വരെ അടിച്ചു പോവുക. പൈപ്പിംഗ് എല്ലാം ഒരു വീതിയിൽ തന്നെ ആയിരിക്കണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഈ പീസ് എങ്ങനെ വെച്ച് കൊടുക്കണേ നോക്കാം. നെക്ക് ഒരേ ഷോൾഡർ തമ്മിൽ ഒരേ വീതിയിൽ നിൽക്കുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിങ്ങനെ പൈപ്പിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി നമുക്കൊരു പീസ് വെക്കേണ്ടി വരും. അത് ജോയിൻ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു പച്ച പീസ് എടുക്കുക. ആ പച്ച കളറിലെ ബോഡി പീസിന് കളറിൽ തന്നെയുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് 2 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്താൽ മതി. എന്നിട്ട് മടക്കി ഇങ്ങനെ ഉള്ള വെച്ച് കൊടുക്കും. വെച്ചെടുക്കുമ്പോൾ പൈപ്പിങ് മീതെ മീതെ കയറി പോകരുത്, എന്നാൽ തൊട്ട് നിൽക്കുകയും ചെയ്യണം. അതേപോലെ ഇരിക്കും. ഇനി അടിച്ചു കൊടുക്കാം. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ സ്ലിറ്റ് വരുന്നെന്ന് പറഞ്ഞില്ലേ, ആ സ്ലിറ്റിൻ്റെ ഭാഗം വരെ വന്നാൽ മതി ആ പീസ് വെച്ച് കൊടുക്കുന്ന പീസ്. ഈ മറ്റേ സൈഡ് അതേപോലെ അടിച്ചു കൊടുക്കുക. അകലം തമ്മിൽ വ്യത്യാസം വരരുത്. നെക്ക് തന്നെ ഭാഗം 2 വരെ ഒപ്പം വെച്ചിട്ട് പൈപ്പിങ് മീതെ കയറി പോകാത്ത വിധത്തിൽ അന്ന് ജോയിൻ ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. അറ്റം വരെ അടിച്ചു കൊടുക്കുക. ഓപ്പൺ ആ സ്ലിറ്റ് വരുന്ന ഭാഗം വരെയും അടിച്ചു നിർത്തുക. അത് കഴിഞ്ഞ് ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കാം. ഇത് സ്ലീവ്ലെസ് ചെയ്യുന്നതുകൊണ്ട് കൈക്കുഴി പൈപ്പിംഗ് ചെയ്ത് കൊടുക്കേണ്ടി വരും. രണ്ട് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും വണ്ണം തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കണം. 2 പീസും വെച്ച് നോക്കണം. എന്നിട്ട് കൂടുതൽ ഭാഗം മുറിച്ച് മാറ്റണം. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് തന്നെ അടിച്ചു പോകും. ഇനി കൈക്കുഴി പൈപ്പിംഗ് ചെയ്തെടുക്കുക. കൈക്കുഴി പൈപ്പിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രോസ് പീസ് എടുക്കണം. ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ച് തുടങ്ങാം. അപ്പം അധികമൊന്ന് വലിച്ചു കൊടുക്കണം. അന്ന് അധികമായിട്ട് വലിക്കുകയും ചെയ്ത് വലിച്ചു കഴിഞ്ഞു.
2 സ്റ്റിച്ച് ഇടുന്നത് കൊണ്ടാണ് ഒരു മടക്ക് ഇടുന്നത്. എനിക്ക് ഇഷ്ടപോലെ ചെയ്യാം, ഒരു സ്റ്റിച്ച് എനിക്ക് ചെയ്യാം. ഇതേപോലെ ഇരിക്കും. മറ്റേ കൈക്കുഴി അതേപോലെ തന്നെ അടിച്ചെടുക്കുക. ഇനി സൈഡ് കൂട്ടാം. 2 ഭാഗം സൈഡ് അടിച്ച് സൈഡ് കൂട്ടിക്കഴിഞ്ഞിട്ട് അടി ഷേപ്പ് ചെയ്ത് അടിഭാഗം അടിച്ചെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈൻ പീസ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിൽ 6 ഷോ ബട്ടൺ വരുന്നുണ്ട്. ഫ്രണ്ടിലൊരു ചെറുതായിട്ടൊരു 7 ഇഞ്ചിൻ്റെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് സൈഡിൽ.